സോണി ജോസഫ് സംവിധാനം ചെയ്ത അവിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമയുടെ ഗാനങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ റിലീസ് ചെയ്തു. മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ പ്രകാശനം നിർവഹിച്ചു. ശ്രീനിവാസൻ നായർ കഥയും തിരക്കഥയും ഗാനരചനയും നിർവഹിച്ച ചിത്രത്തിൽ അനിൽ കൃഷ്ണ, രവീന്ദ്രൻ തിരുവല്ല എന്നിവരുടേതാണ് സംഗീതം. സജീവ് സി വാര്യർ, പ്രശാന്ത് പുതുക്കരി, വൈഗാലക്ഷ്മി എന്നിവരാണ് ആലാപനം. ഋഷിരാജ് സിംഗ് IAS ചടങ്ങിൽ പ്രത്യേക അതിഥിയായിരുന്നു. അർത്ഥമില്ലാത്ത ഗാനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുകയില്ലെന്നും ഏത് സിനിമ കാരണം കാണേണ്ട എന്ന തീരുമാനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് വിട്ടുകൊടുക്കരുതെന്നും കെ ജയകുമാർ പറഞ്ഞു. ട്യൂണിന് പാട്ട് എഴുതുമ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ സിനിമയോടോ സംവിധായകനോടോ ഒന്നുമല്ല ആ സമയത്ത് പ്രതിബദ്ധത. ഈ പണ്ടാരത്തിനകത്ത് എന്തെങ്കിലും ഒരു വാക്കുകളൊന്ന് കയറ്റി വയ്ക്കണമല്ലോ എന്ന ചിന്തയാണ് അയാൾക്ക്. കാരണം എന്ന് വെച്ചാൽ ഇത് കൊടുക്കണ്ടേ. അപ്പോൾ പുതിയ പുതിയ ട്യൂണുകളെന്ന് പറയുന്നത് അറബിക്കെന്നും പോർച്ചുഗീസിന്നും ഒക്കെ വന്ന ട്യൂണുകളൊക്കെ കാണും കേട്ടോ. മ്യൂസിക് ഡയറക്ടർമാർ ഇതിനെ എന്നൊക്കെ പറഞ്ഞ് മലയാളമാണെന്ന് തോന്നത്തക്ക രീതിയിൽ തരും. ഇതിനകത്തൊരു ഭാഷയും കയറില്ല. അപ്പോഴാണ് വിചിത്രമായിട്ടുള്ള വാക്കുകൾ കൊണ്ടൊക്കെ ഇത് ഫില്ലപ്പ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ കേൾക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരക്ഷരം പോലും, ഒരു വാക്ക് പോലും ഓർമ്മയിൽ നിൽക്കുകയില്ല. ട്യൂണും ഈ അർത്ഥവും ശബ്ദവും വാക്കുകളും തമ്മിലൊന്നും ഒരു പൊരുത്തവുമില്ലാത്ത ഒരു ശബ്ദശില്പം നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് പിന്നീട് നമുക്ക് പാടാനോ അതിൻ്റെ ആശയത്തെപ്പറ്റി ഒന്ന് വിസ്മയിക്കാനോ ഒന്നും നമുക്ക് സാധിക്കാം.